എല്ലാവർക്കും ദേവസ് ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഗാർഡൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുമെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി അനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ പേര് പെറ്റൂണിയ. ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ചെടിച്ചട്ടിയിലും വയ്ക്കാം, നല്ല ഭംഗിയാണ്, ഇത് പെട്ടെന്ന് വളരും. ഇതിൻ്റെ പേര് മണി പ്ലാന്റ് ആണ്, ഈ ചെടിയുടെ പേര്. ഇത് ഞാൻ ചട്ടിയിൽ മണ്ണ് നിറച്ചിട്ട് ഒരു പൈപ്പിൽ കയറ് കെട്ടി വച്ചിരിക്കുകയാണ്. ഇത് ഞാൻ ചെയ്ത ബോട്ടിലാർട്ടാണ്, അതിൽ വെള്ളം ഒഴിച്ചാണ് ഞാൻ വച്ചിരിക്കുന്നത്. മണി പ്ലാന്റ് ഈ രണ്ട് തരത്തിലും നമുക്ക് മണ്ണിലും വെള്ളത്തിലും വയ്ക്കാവുന്നതാണ്. ഇതിൻ്റെ പേര് ഫേൺ എന്നാണ്. ഇത് ആദ്യമൊക്കെ നല്ല ഭംഗിയായിരിക്കും, പിന്നെ ഇത് അതിൻ്റെ കാലാവധി തീരുന്ന വരെയാണ്. പിന്നെ ഇതൊരു അലങ്കാര ചെടിയാണ്. ഇതിൻ്റെ പൂ നല്ല ഭംഗിയുണ്ട്. ഇനി ഇതിൻ്റെ പേര് ചൈനീസ് ബാൾസം എന്നാണ്. ഇതിപ്പോൾ വെയിലായതുകൊണ്ടാണ് ഇങ്ങനെ വാടി നിൽക്കുന്നത്. എൻ്റെ വീട്ടിൽ രണ്ട് കളറുണ്ട്, ഇതിൻ്റെ ഓറഞ്ചും പിന്നെ അതുപോലെ തന്നെ പിങ്കും ഉണ്ട്. പിന്നെ ഇതൊക്കെ ഞാൻ ചെയ്ത വർക്കാണ്. ഇത് ഞാൻ ടൈൽസിൽ ചെയ്തതാണ്, ഇത് കല്ലിൽ പെയിൻ്റ് അടിച്ചതാണ്. ഇതൊക്കെ എൻ്റെ ബോട്ടിൽ ആർട്ടാണ്. പിന്നെ ഇത് ഒരു പഴയ ബാറ്റ് കിടന്നു, അതിൽ ബട്ടർഫ്ലൈസൊക്കെ ഒട്ടിച്ച് പെയിൻ്റൊക്കെ അടിച്ചെടുത്തതാണ്. ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. അതുപോലെ ഇതിൻ്റെ മഞ്ഞ പൂവാണ് ഈ ചെടിക്കുള്ളത്. അതുപോലെ തന്നെ ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്, നല്ല റെഡ് കളറാണ്. ഇതിൻ്റെ ഇല വയലറ്റ് കളർ ഇലയും ഉണ്ട്, രണ്ട് ടൈപ്പ് ഉണ്ട് ഇതിന്. ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ്. ഇത് നമ്മൾ നേരത്തെ കണ്ട റെഡ് പൂവിൻ്റെ വേറൊരു ടൈപ്പാണ് ആ പ്ലാന്റിൻ്റെ. ഇത് പച്ചയും വെള്ളയൊക്കെ വന്നിട്ടുള്ള, അടിയിൽ വയലറ്റ് കളറൊക്കെയാണ്, നല്ല ഭംഗിയുണ്ട് ഈ ചെടി. ഇത് നേരത്തെ കണ്ട റെഡ് പൂവുള്ള ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. പിന്നെ ഇതിൻ്റെ പേര് റെയിൻബോ ബോട്ടിലാണ്. ഇതിങ്ങനെ ഇങ്ങനെ വളഞ്ഞിങ്ങനെ വരുന്ന നല്ല ഭംഗിയുള്ളതാണ്. ഇപ്പോൾ വച്ചതേ ഉള്ളൂ, ടർട്ടിൽ വൈന്. പിന്നെ അതുപോലെ തന്നെ ഇത് ടർട്ടിൽ വൈനാണ്. ഇത് ഒരു വർഷമൊക്കെ ആയി ഇത് വച്ചിട്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ആദ്യമൊക്കെ വച്ചപ്പോൾ നല്ല ഭംഗിയായിരുന്നു. ഇതിന് കൂടുതൽ വെയിലൊന്നും വേണ്ട, ഇത് തണലുള്ളിടത്ത് വച്ചാൽ മതി. ചട്ടിയിൽ ആർട്ട് ചെയ്തിട്ട് കോളിയസ് വെച്ചിരിക്കുകയാണ്, നല്ല ഭംഗിയുള്ള ചെടിയാണ്. ഇത് അഗ്ലോണിമ. ഇത് ഞാൻ കല്ലിൽ പെയിൻ്റ് അടിച്ച് വച്ചിരിക്കുകയാണ്. ഇത് വെള്ളം വീഴുന്നാലൊന്നും പോവില്ല, നല്ല ഭംഗിയാണ്. പിന്നെ ഇത് മുളയിൽ ഞാൻ പെയിൻ്റ് അടിച്ചതാണ്, നല്ല ഭംഗിയുണ്ട്. ഇതും മുളയിൽ പെയിൻ്റ് അടിച്ചതാണ്, ഇതും മുളയിൽ പെയിൻ്റ് അടിച്ചത്. പിന്നെ ഇത് ബിഗോണിയ. ഇതിൻ്റെ വെള്ള പൂവാണ് ഇതിനുള്ളത്. ഇത് അഗ്ലോണിമ. ഇതിപ്പോൾ വച്ചതേ ഉള്ളൂ, ഇനി കുറേ കാലം കഴിയുമ്പോൾ ഇത് ചട്ടി മുഴുവനും ആവും. ഇത് വേറൊരു ടൈപ്പ് അഗ്ലോണിമയാണ്, ബിഗോണിയാണ്. ഇതിന് വെള്ളപ്പൂവാണ് ഉള്ളത്. ഇതൊരു തരം അലങ്കാര ചേമ്പാണ്. ഇപ്പോൾ കുറേ തൈകളൊക്കെ വരുന്നുണ്ട്. ഇത് ബിഗോണിയ. ഇതിൻ്റെ റെഡ് പൂവാണ് ഇതിനുള്ളത്. പിന്നെ ഇതിൻ്റെ പേര് സ്പൈഡർ പ്ലാന്റ് ആണ്. ഇതിൻ്റെ വെള്ള കളർ പൂവാണുള്ളത്. ഇത് ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ്. ഇതിനെ കണ്ട ബട്ടർഫ്ലൈയെ പോലെ ഇരിക്കും. ഇതൊരെണ്ണം കോളിയസ് ആണ്. സാധാരണ ഇതിനെ ഹൃദയച്ചെടി എന്ന് പറയും. ഇത് ഓർക്കിഡാണ്, കാലാവധി തീരാറായതാണ്. ഇത് ബിഗോണിയ. ഇതൊരു അലങ്കാര ചെടിയാണ്.
ഇതൊരെണ്ണം കോളിയസ് ആണ്. കോളിയസിൻ്റെ ഒരുപാട് ടൈപ്പ് ഉണ്ട്. കൊള്ളാമല്ലേ? നല്ല ബുഷ് പോലെയാണ് വളർന്നിരിക്കുന്നത്. ഇതൊരെണ്ണം അലങ്കാര ചെടിയാണ്. പിന്നെ ഇത് പോർട്ടിലാക്ക. ഇത് 10 മണി. ഇത് നിറയെ പൂത്തിരുന്നു. ഇപ്പോൾ പുതുതായി വച്ചതാണ്. ഇതിൻ്റെ പേര് ബൊഗെയിൻവില്ല. സാധാരണ കടലാസ് ചെടി എന്ന് പറയും. പിങ്ക് കളറും വെള്ള കളറും ഒരുമിച്ച് വന്നിരിക്കുകയാണ്. ഇതിൻ്റെ പേര് കോക്ക് ഫ്ലവർ, കോഴിപ്പൂ എന്നും പറയും. കോഴിയുടെ അസൽ പൂ പോലെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ പേര് ഗ്രാസ് പ്ലാന്റ് എന്നാണ്. ഇത് വേറൊരു ടൈപ്പ് അഗ്ലോണിമയാണ്. ഇതിൻ്റെ പേര് സ്നേക്ക് പ്ലാന്റ് എന്നാണ്. ഇത് വേറൊരെണ്ണം കോളിയസ് ആണ്. ഇതിൻ്റെ പേര് ശ്രിംപ് എന്നാണ്. ഷ്രിംപ് ഫ്ലവർ എന്നാണ്. ഇനി ഇതിൻ്റെ പേര് വിങ്ക എന്നാണ്. ഇതിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട്. എൻ്റെ വീട്ടിൽ വെള്ളയും പിങ്കുമേ ഉള്ളൂ. ഇനി ഇതിൻ്റെ പേര് അഡീനിയം. ഇത് വേറൊരെണ്ണം കോളിയസ് ആണ്. ഇതിൻ്റെ പേര് സ്നേക്ക് പ്ലാന്റ്. പുതിയ തൈയൊക്കെ വരുന്നുണ്ട്. ഇത് ചുമരിലൊക്കെ പടർന്ന് പിടിക്കുന്ന ഒരു ചെടിയാണ്. ഇത് ചുമരിൽ പടർന്ന് നിൽക്കുകയാണ്. ഇതിൻ്റെ പേര് ബ്ലീഡിങ് ഹാർട്ട്. പൂ നിറച്ചുണ്ടായിരുന്നു, ഇപ്പോൾ പോയതാണ് പൂവ്. ഇത് ബൊഗെയിൻവില്ലയുടെ പിങ്ക് കളറാണ്. ഇനി ഇത് ഗ്രൗണ്ട് ഓർക്കിഡ്. ഇതിൻ്റെ പേര് മെലസ്റ്റോമ. ഇതിൻ്റെ പേര് തെച്ചി എന്നാണ്. ഇത് ഓറഞ്ച് കളർ ബൊഗെയിൻവില്ലയാണ്. മൊട്ട് വരുന്നുണ്ട്. ഇത് യൂഫോർബിയുടെ ഒരു കുഞ്ഞു വെറൈറ്റിയാണ്. എല്ലാ ദിവസവും നിറയെ പൂ പൂക്കുന്നതാണിത്. ഇത് യൂഫോർബിയുടെ പല നിറത്തിലുള്ളതാണ്. പ്ലാന്റ് ആണ്. പിന്നെ ഇത് ചുമരിൽ പറ്റിപ്പിടിക്കുന്ന ഒരു തരം പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ ഇതും ചുമരിൽ പറ്റിപ്പിടിക്കുന്നതാണ്. പിന്നെ ഇത് ആമ്പലും മുട്ടപ്പായലുമാണ്. ആമ്പലിൽ ചെറിയ ചെറിയ മുട്ടൊക്കെ വരുന്നുണ്ട്. ഉണ്ടല്ലേ, മുട്ടൊക്കെ വരുന്നുണ്ട്. ഇത് റോസയുടെ ഒരു മുട്ടാണ്. റെഡ് കളർ റോസയാണ്. ചെറിയ മുട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ പേര് ടെക്കോമ എന്നാണ്. ഓറഞ്ച് കളർ പൂവാണ്. പിന്നെ ഇത് തെച്ചി. ഈ ചെടികൾക്കൊക്കെ പൂക്കുന്നതിന് വേണ്ടി അത് ചിലപ്പോഴൊക്കെ പഴത്തൊലി, മുട്ടത്തോട് അതുപോലെയുള്ളതൊക്കെ മിക്സിയിൽ അടിച്ചിട്ട് അതിൻ്റെ 2 ഇരട്ടി വെള്ളവും ചേർത്ത് ഒഴിച്ചു കൊടുക്കുക വല്ലപ്പോഴും. ഇത് വേണ്ട മരവാഴ എന്ന് പറയും. ഇത് ഡാൻസിങ് പൂ പോയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ഇതുപോലത്തെ വീഡിയോസുമായി ഞാൻ വരുന്നതായിരിക്കും. ബൈ ബൈ.